ഈ അടുത്ത് നമ്മളൊരു ജ്വല്ലറി ആഡ് ചെയ്തു. സ്വർണ്ണമുഖി ജ്വല്ലറിയുടെ ആഡ്. മോക്ഷയാണ് നായികയായിട്ട് അഭിനയിച്ചത്. നമ്മൾ പ്രീ പ്രൊഡക്ഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കോസ്റ്റ്യൂം പർച്ചേസിന് ഞാൻ ശില്പയുടെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. മെയിൻ മോഡലിൽ നമ്മളൊരു സാരി പർച്ചേസ് ചെയ്യണമായിരുന്നു. അത് പോത്തീസിൽ നിന്നാണ് നമുക്ക് കിട്ടിയത്. ബാക്കിയുള്ള ആർട്ടിസ്റ്റിൻ്റെ എല്ലാം ജയലക്ഷ്മിയിൽ നിന്ന് എടുത്ത് നമ്മൾ കസ്റ്റമൈസ് ചെയ്യുമായിരുന്നു. തലേദിവസം ലൊക്കേഷൻ എത്തി നമ്മൾ മൊത്തത്തിൽ ഒന്നുകൂടെ പ്ലാൻ ചെയ്തു. രാവിലെ പ്രാർത്ഥനയോടെ ഷൂട്ട് തുടങ്ങി. ഷൂട്ടിൻ്റെ അന്ന് എനിക്ക് ചെറിയൊരു പനി പിടിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും അതൊന്നും വകവയ്ക്കാതെ ഞാൻ ഫുൾ ആക്റ്റീവായിട്ട് സെറ്റിൽ നിന്നു. പനിയുടെ നല്ല ടയേർഡ്നെസ് ഉണ്ട്. രാവിലെ 3 റൗണ്ട് ട്രിപ്പൊക്കെ ഇട്ടിട്ടാണ് ഇവിടെ വന്നിട്ട് ആക്റ്റീവായിട്ട് നിൽക്കുന്നത്. പക്ഷെ അതൊന്നും നമുക്ക് വർക്കിനെ ബാധിക്കത്തില്ല. നമുക്ക് വർക്കിൻ്റെ ദിവസം, ഷൂട്ടിൻ്റെ ദിവസം എന്ന് പറഞ്ഞാൽ നമുക്കൊരു എനർജി, പ്രത്യേക എനർജി വരും. ഈ പരസ്യം നമ്മൾ ഷൂട്ട് ചെയ്തേക്കുന്ന എക്സ്പ്രഷൻ മീഡിയയ്ക്ക് വേണ്ടിയിട്ടാണ്. പിൻറ്റോ ബ്രോയും സുജിതയും ത്രൂ ഔട്ട് നമ്മുടെ കൂടെ ഫുൾ സപ്പോർട്ടോടെ ഉണ്ടായിരുന്നു. തൃശ്ശൂരുള്ള സ്വർണ്ണമുഖി ജ്വല്ലറിയുടെ ഈ പരസ്യം ഒരു അമ്മാമകൾ ബന്ധത്തിൻ്റെ ആഴം പറയുന്ന ഒരു ചിത്രമാണ്. ഒരു നല്ല ക്ലാസിക്കൽ ടച്ചുള്ള സോങ് കൂടി നമ്മൾ സ്വർണ്ണമുഖിക്ക് വേണ്ടി തയ്യാറാക്കിയിരുന്നു. ശരിക്കും ആ പാട്ടിൻ്റെ മനോഹാരിതയും അമ്മാമകൾ ബന്ധത്തിൻ്റെ നിർമ്മലതയും കൂടെ ചേരുമ്പോൾ നമ്മുടെ ഈ പരസ്യചിത്രം എത്രമാത്രം മനോഹരമാകും എന്നുള്ളൊരു ധാരണ നമുക്ക് മുൻപേ ഉണ്ടായിരുന്നു. അതിന് നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പയറുമായിരുന്നു. സ്റ്റോറി ബോർഡ് തയ്യാറാക്കുമ്പോഴും പ്രീ പ്രൊഡക്ഷൻ ടൈമിലാണെങ്കിലും എല്ലാ ടെക്നീഷ്യന്മാരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും ആ പ്യുവർ ഇമോഷൻ അവർക്കും കണക്റ്റ് ആവണം എന്ന് നമുക്ക് നിർബന്ധമുണ്ടായിരുന്നു. നമ്മുടെ ടേബിൾ ലാമ്പിൻ്റെ എല്ലാ ടെക്നീഷ്യന്മാരും, മോക്ഷയും ചൈൽഡ് ആർട്ടിസ്റ്റായിട്ടുള്ള ഇഷയും അമ്മ, കസിൻസ് എല്ലാവരും അവരുടെ ചെറിയ പ്രസൻസ് പോലും അവരുടെ മുഖത്തെ പുഞ്ചിരി കൊണ്ട് പകൽ തുടങ്ങുന്ന ഷൂട്ട് എത്ര രാത്രി വരെ പോയാലും നമ്മൾ ചിലപ്പോൾ അറിയുക പോലുമില്ല. കാരണം നമ്മൾ ആ ചെയ്യുന്ന ജോലിയോടുള്ള പാഷനും കമ്മിറ്റ്മെൻറ്റുമാണ്. ഇപ്പോഴത്തെയും പോലെ നല്ല ഒരു പരസ്യം ചിത്രീകരിച്ച ഒരു സാറ്റിസ്ഫാക്ഷനിൽ നമ്മളെല്ലാം സന്തോഷമായി പിരിഞ്ഞു. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.